നമസ്കാരം. കേരളത്തിന്റെ വേഗമേറിയ യാത്രയുടെ സ്വപ്നമായിട്ടുള്ള കേരയിൽ വീണ്ടും പൊടി തട്ടി പുറത്തേക്ക് വന്നപ്പോൾ സതീശൻ പഴയ പല്ലവിയായിട്ട് വീണ്ടും അവതരിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, ഇനി ആര് പറഞ്ഞാലും ഇവിടെ നടക്കില്ല. കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ രാജാവ് സതീശൻ എന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. സതീശനും സംഘവും തന്നെയാണ് ഈ ദേശീയപാത വികസനം വയൽക്കിളികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള സമര നാടകങ്ങൾ, കോലാഹലങ്ങൾ അങ്ങ് ബംഗാളിൽ നിന്ന് വരെ മണ്ണും കൊണ്ടുവന്ന് സംഘപരിവാറുമായിട്ടൊക്കെ നടത്തി. എന്ത് സംഭവിച്ചു? ദേശീയപാത വന്നില്ലേ? ഗെയിൽ പൈപ്പ് ലൈൻ ഇതേപോലെ സതീശനൊക്കെ കുറെ തട്ടിട്ട് തുള്ളി. എന്ത് സംഭവിച്ചു? ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായില്ലേ? അതുപോലെയാണ് കേരളയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർ നടപടികൾ. കേരളയിൽ കോർപ്പറേഷൻ MD-യും റെയിൽവേയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. അരമണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അത് സാധ്യമാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയുമ്പോഴാണ് സതീശനൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് അതുപോലെ മതി. നാട്ടുകാരെ ഭയപ്പെടുത്തുക. ഇവിടെ എന്തോ പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ്. ലോകത്തൊരിടത്തും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നില്ല, കേരളത്തിൽ മാത്രമാണല്ലോ ഉണ്ടാകുന്നത്. കേരളത്തിൽ എന്ത് പ്രോജക്റ്റ് വന്നാലും ഒറ്റ വാക്കിൽ അഴിമതി എന്നങ്ങ് തള്ളുക. എന്നിട്ട് കോടതിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സതീശൻ പറഞ്ഞ കാര്യത്തെ ശരിവെച്ചുകൊണ്ടൊരു കോടതി ഉത്തരവെങ്കിലും വന്നിട്ടുണ്ടോ? ആൾക്കാരെ അനാവശ്യമായി ഭയപ്പെടുത്തി ഒരു പ്രധാന പ്രോജക്റ്റ്, അതായത് കേരളത്തിന്റെ അറിയാലോ, കാസർഗോഡ് വരെ പോയിട്ട് വരാനായിട്ട് ഇപ്പോൾ ജനം ഈ ട്രെയിനിൽ കിടന്ന് നരകിക്കുന്ന ഒരു അവസ്ഥ അറിയാലോ. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വന്ദേ ഭാരത് വഴിയിലായിട്ട് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായത്. കട്ടപ്പുറത്താകുന്ന അവസ്ഥ ആക്രി സെറ്റപ്പാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 20 മിനിറ്റ് വെച്ചിട്ട് കേരളത്തിൽ സെമി ഹൈസ്പീഡ് ആയിട്ടുള്ള കേരളയിൽ ഉൾപ്പെടെയുള്ള ട്രെയിൻ സംവിധാനങ്ങൾ ആരംഭിച്ച് യാത്രാ ദുരിതം പരിഹരിക്കണം. കാര്യം ഇവിടെ നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ പറ്റുമെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ യാത്ര വേഗത്തിലാക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അറിയാലോ, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി പോകാൻ വേണ്ടി വിമാനം പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിനാണ് 1 മണിക്കൂറിനകത്ത് എവിടെ എത്താൻ പറ്റുന്നത്? കൊച്ചിയിൽ എത്താൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതൊന്നും എന്തായാലും ഈ നാട്ടിൽ വരേണ്ടതില്ല. ഇവിടെ പഴയ കാളവണ്ടി സംസ്കാരവും ഈ അവസ്ഥയിൽ മാത്രം ജനം സഞ്ചരിച്ചാൽ മതി എന്ന് പറയുന്ന ഇതുപോലുള്ള രാഷ്ട്രീയ പടുമരങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് വിദേശത്തൊക്കെ പോയി വീഡിയോകൾ ചെയ്യുന്ന വ്ളോഗർമാരുണ്ട്. അവർ തന്നെ ഈ അടുത്ത കാലത്ത് വിദേശത്ത് പോയി ചെയ്ത ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ്. കാര്യം എന്താണ് ലോകമെന്നും ഈ നാട് അങ്ങനെയൊന്നും ആകണ്ട, നമ്മുടെ അടുത്ത തലമുറ ഈ ഗതികേടിൽ ഇവിടെ കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഇതുപോലുള്ള പാഴ്മരങ്ങളാണ് രാഷ്ട്രീയത്തിൽ ഈ നാടിന്റെ വലിയ ബാധ്യത എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പദ്ധതി കാണുമ്പോൾ ഈ നാട്ടിൽ കേരളിനെ എതിർക്കുന്നവരെ സംബന്ധിച്ച് സുജിത് ഭക്തൻ എന്ന വ്ളോഗർ വിദേശ രാജ്യത്ത് പോയി ചെയ്ത ഒരു വീഡിയോ ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടേ. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, അത് എന്താണെന്ന് പറയട്ടെ. ഈ ആസച്ച്, അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി 200 കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും, പാളത്തിന്റെ രണ്ട് സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ അനുമതി കൂടി വലിച്ചുകൊണ്ട് വന്നു, സമ്മതിക്കില്ല. വ്യക്തമാക്കിയില്ല നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഈ അതിവേഗ റെയിൽ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പ്രതിഷേധിച്ചില്ലേ? നമ്മുടെ കേരളയിലൊക്കെ വരാൻ പോയി, അങ്ങനെ പല സംഭവങ്ങളും വരാൻ പോയി. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കേ, ഇവരൊക്കെ എത്ര വർഷം മുന്നേ ഇതൊക്കെ ചെയ്തു വെച്ചതാ. നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ ഫാസ്റ്റ് ട്രെയിൻ കണ്ടതല്ലേ? 1988 ജപ്പാനിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാകുന്നത്. 1988 കാലം, ലോകം ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിന് മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ലോകത്തിനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറകിലേക്കാവും എന്നുള്ളൊരു കാര്യം നമ്മളാരും മറക്കാൻ പാടില്ല. 1000 കിലോമീറ്റർ ദൂരം 3 മണിക്കൂറും 4 മണിക്കൂറും കൊണ്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്കിന് അത് വലിയ കാര്യമല്ലേ? അതായത് ഇവിടെ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ യാത്രയുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ദൂരം. അതായത് നമ്മൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന ദൂരം അപ്രോക്സിമേറ്റ്. ഈ 600 കിലോമീറ്റർ യാത്ര നമുക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് പ്രത്യേകത, ഇവിടുത്തെ ഫാസ്റ്റ് ട്രെയിനിൻ്റെ പ്രത്യേകതയാണത്. 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് 600 കിലോമീറ്റർ സഞ്ചരിക്കാം. ഓരോടത്തുള്ള ട്രെയിൻ സംവിധാനമാണ്. 1000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 2.5 മണിക്കൂർ മതി. ഇവിടുത്തെ പ്രകൃതി സ്നേഹികളുണ്ട്. ഇവിടെ അയ്യോ ഒന്നും നടക്കല്ലേ എന്നാണ് പറയുന്നത്. എന്നിട്ട് വിദേശത്ത് പോയി ആ ട്രെയിനിലൊക്കെ വായും പൊളിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പല നീലകണ്ഠന്മാരുടെയും പല കാരശ്ശേരിമാരൊക്കെ ആ യാത്ര ചെയ്യുമ്പോൾ വായും പൊളന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊന്നും പാടില്ല. ഇവരിങ്ങനെയൊക്കെ യാത്ര ചെയ്താൽ മതി. ഞങ്ങൾ അവിടെയൊക്കെ വിദേശത്ത് പോകാനുള്ള സംവിധാനമുണ്ട്, കാശുണ്ട്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പ്രകൃതി സ്നേഹിയായിട്ട് ഇതിനെ മുടക്കും. അവിടെ ഞങ്ങളുടെ കാശ് കൊണ്ടുപോയി ഞങ്ങൾ നല്ല സുഖലോലുപരായി ഇതൊക്കെ അങ്ങ് ആസ്വദിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നും ഒരു വികസനത്തെ ബാധിക്കില്ല.
ലോകത്ത് പ്രകൃതി ഉണ്ടോ? ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏതെങ്കിലും രാജ്യത്ത് പ്രകൃതി ദുരന്തം ഉണ്ടാകാതെയുണ്ടോ? അമേരിക്ക രാജ്യത്ത് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുവീഴ്ചയുടെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ചുഴലിക്കാറ്റുകൾ അടിക്കാറുണ്ട്, കനത്ത മഴയുണ്ടാകാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒന്നും വേണ്ടാന്ന് കരുതി ഇരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഏഷ്യയിൽ തന്നെയുള്ള ജപ്പാന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഹിരോഷിമ നാഗസാക്കി എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? അങ്ങനെ തകർന്നു പോയ ഒരു രാജ്യം ഈ രീതിയിലൊക്കെ വളർന്നു വന്ന് അവർ 1980 കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ട്രെയിനുകൾ അവതരിപ്പിച്ച് ആൾക്കാരുടെ യാത്ര വേഗത്തിലാക്കി. ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കിടന്ന് നരകിക്കട്ടെ, ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും പറഞ്ഞാൽ ബോധ്യപ്പെടാൻ പോകുന്നില്ല. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കണം, അതിന് കുറച്ച് മാപ്രകളെയും കൂട്ടുപിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വായ്ത്താരി ഇട്ടതിന് ശേഷം അതിന്റെ വസ്തുതകളെക്കുറിച്ച് ജനം മനസ്സിലാക്കാതിരിക്കാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതരത്തിലുള്ള കള്ളങ്ങളും ആശങ്കപ്പെടുത്താൻ ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിടുവായൻ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഈ നാടിനെ മറ്റുള്ള ലോകത്തിന്റെ സഞ്ചാര വേഗത്തിനൊപ്പം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുണ്ട്. അവരത് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം. നാളെ അവർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇന്നലകളിൽ ജീവിച്ച പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ, യവന്മാരൊക്കെ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അന്ന് അയ്യോ ഇവിടെ പ്രകൃതി ദുരന്തമേ, പശ്ചിമഘട്ടമേ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറു സൈഡിൽ കൂടെ മനുഷ്യന്റെ ജീവിത വേഗത വർദ്ധിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ യാത്രാവേഗം കൂടി വർദ്ധിക്കേണ്ടതുണ്ട്. അത് സാമാന്യ യുക്തി എന്ന് മാത്രമാണ് പറയാനുള്ളത്. സതീശനെ പോലെ മണ്ടപോയ മണ്ടരികൾ ഈ നാട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പച്ചക്കള്ളമാണ്. അതിനെ സംബന്ധിച്ചൊക്കെ ചില പ്രകൃതി സ്നേഹികളെ ഇവർ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ട് അതിനെ കുറെ അവരുടേതായിട്ടുള്ള കൊട്ടേഷൻ മാപ്രകളിലൂടെ പുറത്ത് പ്രചരിപ്പിച്ച് നാട്ടുകാരെ ഭയപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊരു ഗുണവുമില്ല. ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ബാധ്യതയാണ് ഇവരൊക്കെ എന്ന് പറയേണ്ടി വരികയാണ്.